നിങ്ങൾക്കെല്ലാവർക്കും lifestyledisorders.com-ലേക്ക് സ്വാഗതം. lifestyledisorders.com-ൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗമായ ബ്ലഡ് പ്രഷറിനെ പറ്റിയാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇന്ന് 22 വയസ്സ് മുതലുള്ള ചെറുപ്പക്കാരിൽ രക്തസമ്മർദ്ദം ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നു. ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുന്നതിനായി പലപ്പോഴും ഒന്നിൽ കൂടുതൽ മരുന്നുകൾ കഴിക്കേണ്ടി വരുന്നവരും കുറവല്ല. ചിലരാകട്ടെ ഒന്നിൽ കൂടുതൽ മരുന്നുകൾ കഴിച്ചിട്ടും BP നിയന്ത്രണ വിധേയമാകാതിരിക്കുന്നവരും, അതായത് റെസിസ്റ്റന്റ് ഹൈപ്പർ ടെൻഷൻ ഉള്ളവരും ഇന്ന് ധാരാളമുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇന്ന് BP നിയന്ത്രിക്കുന്നത് അനവധി ക്ലാസ് ഓഫ് മെഡിസിൻസ് അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് ഡയറോട്ടിക്സ്, വാക്സോ ഡയറോട്ടിക്സ്, ബീറ്റ ബ്ലോക്കേഴ്സ്, കാൽഷ്യം ചാനൽ ബ്ലോക്കർ, ആൽഫ ബ്ലോക്കേഴ്സ്, ആൽഫ ബീറ്റ ബ്ലോക്കേഴ്സ്, ACE ഇൻഹിബിറ്റേഴ്സ് എന്നിങ്ങനെ ഗ്രൂപ്പ് ഓഫ് മെഡിസിനിൽ ഇതിന് ഉദാഹരണമാണ്. മേൽപ്പറഞ്ഞ ഡിഫറെന്റ് ഗ്രൂപ്പിൽപ്പെട്ട ഒന്നോ അതിലധികമോ മരുന്നുകൾ ഒരേ സമയം കഴിക്കുന്നവരാണ് പലരും. ഇതിൽ ചില മരുന്നുകൾ ശരീരത്തിൽ പൊട്ടാഷ്യം ഡിപ്ലഷൻ അഥവാ പൊട്ടാസ്യത്തിന്റെ കുറവുണ്ടാക്കുന്നു. മറ്റു ചിലത് എഡിമ അഥവാ നീർക്കെട്ടിന് കാരണമാകുന്നു. മറ്റു ചില മരുന്നുകൾ ദീർഘകാലം ഉപയോഗിച്ചാൽ ഡയബറ്റീസ് ഉണ്ടാക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്ന പല ആന്റി ഹൈപ്പർടെൻസീവ് മെഡിസിൻ വളരെ സീരിയസ് ആയ പാർശ്വഫലങ്ങൾക്ക് കാരണമാവുകയും ഒരു ചെറിയ ഡിസോർഡേഴ്സ് ആയി വരുന്ന വ്യക്തി കാലക്രമേണ നിത്യരോഗിയായി മാറ്റപ്പെടുന്നു എന്നതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. എന്താണ് ഇതിനൊരു പരിഹാരം? BP നിയന്ത്രിക്കാതിരുന്നാൽ അത് സ്ട്രോക്ക് പോലുള്ള മറ്റ് പല പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. lifestyledisorders.com സജസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ BPക്ക് 2 അതിലധികമോ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവർ അതിനോടൊപ്പം ഒരു മാസത്തേക്ക് നാച്ചുറൽ ആയിട്ടുള്ള ആൻറ്റി ഹൈപ്പർടെൻസീവ് സപ്പോർട്ടീവ് ആയി ആഡ് ചെയ്യുക. അതിനുശേഷം BP കൺട്രോൾ ആകുന്നതനുസരിച്ച് നിലവിലെ മരുന്നുകളുടെ എണ്ണവും ഡോസേജും കുറച്ചുകൊണ്ട് വരേണ്ടതാണ്. ഇതിനായി നിങ്ങൾക്ക് ഞങ്ങളുടെ ഡോക്ടേഴ്സിൻ്റെയോ മറ്റു ഡോക്ടർമാരുടെയോ അഡ്വൈസ് തേടാവുന്നതാണ്. ഇന്ന് നിലവിലുള്ള ആയുർവേദിക് ആൻറ്റി ഹൈപ്പർടെൻസീവ് ഫോർമുലേഷനിൽ പലതിലും സർപ്പഗന്ധി അടങ്ങിയിട്ടുണ്ട്. എന്നാൽ സർപ്പഗന്ധി ചേരാത്ത മെഡിസിൻ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ആയുർവേദത്തിലെ സർപ്പഗന്ധി ചേർന്നിട്ടുള്ള ആന്റി ഹൈപ്പർടെൻസീവ് ലോങ് ടേൺ ഉപയോഗത്തിന് ചില പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നതായി കണ്ടിട്ടുണ്ട്. മേൽപ്പറഞ്ഞ ബ്ലഡ് പ്രഷർ രോഗികൾക്ക് ഇന്ന് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അലോപ്പതി മരുന്നുകളുടെ കൂടെ നാച്ചുറൽ ആന്റി ഹൈപ്പർടെൻസീവ് ഇൻറ്റിഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ lifestyledisorders.com-നെ സമീപിക്കാവുന്നതാണ്. നിങ്ങളുടെ നിലവിലെ അലോപ്പതി മരുന്നുകളുടെ കൂടെ നാച്ചുറൽ ഫോർമേഷൻസ് ആഡ് ചെയ്യുമ്പോൾ ബെറ്റർ BP കൺട്രോൾ മാത്രമല്ല, നിങ്ങൾക്ക് ഇതിലുള്ള നാച്ചുറൽ ആന്റി ഓക്സിഡന്റ് കൂടി ലഭിക്കുന്നു എന്ന അഡീഷണൽ ബെനിഫിറ്റ്സ് കൂടിയുണ്ട്. ഇനി നിങ്ങളുടെ ഹെൽത്തിനെ ബെറ്റർ ആക്കുന്നതിന് ഒരു പരിധി വരെ സഹായിച്ചേക്കാം. കൂടുതൽ വിവരങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും lifestyledisorders.com-നെ സമീപിക്കാവുന്നതാണ്. ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് ഞങ്ങളുടെ lifestyledisorders.com-ന്റെ ആരോഗ്യ വിദഗ്ധരുമായിട്ടും ബന്ധപ്പെടാവുന്നതാണ്. ഫോർ ഓൺലൈൻ കൺസൾട്ടേഷൻ www.lifestyledisorders.com. കൂടാതെ ഞങ്ങളുടെ ടെലിഫോൺ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും lifestyledisorders.com-ലെ ആരോഗ്യ വിദഗ്ധരുമായി ബന്ധപ്പെടണം.